ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി വേട്ടയാടപ്പെടുന്ന രക്തസാക്ഷികളുടെ വാർത്തകൾ ദിനംപ്രതി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർ വധിക്കപ്പെടുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ ഇത് പുതിയ കാര്യമല്ല. സഭയുടെ ആരംഭം മുതൽ രക്തസാക്ഷികളുടെ നീണ്ട നിര നാം കാണുന്നുമുണ്ട്. ക്രൈസ്തവർ നേരിട്ട പീഡനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൽ 1-ാം നൂറ്റാണ്ടിലാണ്. അപ്പസ്തോല പ്രമുഖനായ പത്രോസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ വിശ്വാസ റോമിലേക്ക് കടന്നു ചെന്നത് വിജാതീയ ദൈവങ്ങളുടെ ശക്തമായ തട്ടകത്തിലായിരുന്നു. അവിടെ ക്രൈസ്തവർക്കെതിരായ ആദ്യത്തെ സംഘടിത പീഡനം തുടങ്ങിയത് AD 37 മുതൽ 68 വരെ രാജ്യം ഭരിച്ച നീറോ ചക്രവർത്തി. അതിന് തിരികൊളുത്തിയത് AD 64 റോമ നഗരത്തെ ചുട്ടുചാമ്പലാക്കിയ മഹാ അഗ്നിബാധ. അഗ്നി റോമിനെ വിഴുങ്ങിയപ്പോൾ ക്രൂരനായ നീറോ ചക്രവർത്തി ചെറുവിരൽ പോലും അനക്കിയില്ല. കൊട്ടാരത്തിലെ സംഗീത മണ്ഡപത്തിൽ കിന്നരം വായിക്കുന്നതിലും മദ്യപിക്കുന്നതിലും മുഴുകിയിരുന്ന അയാൾ നഗരം കത്തിച്ചാമ്പലാകുന്നത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അയാൾ അഗ്നിബാധയുടെ ഉത്തരവാദിത്തം ക്രൈസ്തവരുടെ മേൽ കെട്ടിവെച്ചു വന്ന്. ഇതോടെ ക്രൈസ്തവർ അട്ടിമറിക്കാരും സാമൂഹ്യ ദ്രോഹികളുമായി മുദ്രകുത്തപ്പെട്ടു. ഭരണാധികാരികളും നഗരവാസികളും ക്രൈസ്തവരുടെ മേൽ വേട്ടപ്പട്ടികളെ പോലെ ചാടി വീണു. റോമിലെ രാജവീതികളിൽ രക്തസാക്ഷികളുടെ രക്തം തളം കെട്ടി ടൈബർ നദി രക്തപ്പുഴയായി ഒഴുകി. നീറോ ചക്രവർത്തിയുടെ കിരാതമായ മതപീഡനം AD 68 അയാളുടെ മരണത്തോടെ ശമിച്ചെങ്കിലും ക്രൈസ്തവർ റോമൻ സാമ്രാജ്യത്തിൽ നോട്ടപ്പുള്ളികളായി മാറിക്കഴിഞ്ഞിരുന്നു. 2-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ക്രൈസ്തവർക്കെതിരായ നീക്കം വീണ്ടും ശക്തിയാർജിച്ചു. ക്രൈസ്തവരെ ഒറ്റയ്ക്കും കൂട്ടമായും വളഞ്ഞ് കല്ലെറിയുക, മർദ്ദിക്കുക, അവരുടെ വസ്തുവകകൾ കവർച്ച ചെയ്യുക തുടങ്ങിയവ സർവ്വസാധാരണമായി. ഈ കാലഘട്ടങ്ങളിലാണ് ക്രൈസ്തവരെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഭീകരമായ മർദ്ദനമുറയുടെ ആരംഭം. 3-ാം നൂറ്റാണ്ടിൽ റോമ ചക്രവർത്തിയെ സ്ഥാനമേറ്റ മാക്സിമിനസ് ത്രാക്സ് ആണ് നീറോയുടെ പാത പിന്തുടർന്ന് വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. തുടർന്ന് സിംഹാസനാരൂഢനായ ദേത്യൂസ് ചക്രവർത്തിയും പീഡനത്തിന് നേതൃത്വം നൽകി. 3-ാം നൂറ്റാണ്ട് അവസാന ഘട്ടത്തിലും 4-ാം നൂറ്റാണ്ട് തുടക്കത്തിലും റോം ഭരിച്ച ഡയോക്ലീഷ്യൻ, ഗലേറിയസ് ചക്രവർത്തിമാരുടെ കാലത്ത് മതമർദ്ദനം അതിന്റെ മൂർധന്യത്തിലെത്തി. ഇവരുടെ ഭരണകാലത്തുണ്ടായ മതമർദ്ദനത്തെ റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ പീഡനമായാണ് ചരിത്രം ഇന്ന് രേഖപ്പെടുത്തുന്നത്. ഡയോക്ലീഷ്യൻ ക്രൈസ്തവ ആചാരങ്ങൾക്കും ആരാധനകൾക്കും വിലക്കേർപ്പെടുത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി AD 305 സ്ഥാനത്യാഗം ചെയ്തു. ഇടക്കാലത്തെ ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം AD 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാനമേറ്റു. അദ്ദേഹം ക്രൈസ്തവ മതത്തെ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. ക്രൈസ്തവർ ആരാധന നടത്തുന്നത് കുറ്റകരമാണെന്ന നിയമം AD 313 മിലാൻ വിളംബരത്തിലൂടെ റദ്ദാക്കിയ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഇതോടെ റോമിൽ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങൾക്ക് അറുതി വരികയും ചെയ്തു.